നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വസതികളിൽ കസ്റ്റംസ് റെയ്ഡ്. ഓപ്പറേഷൻ നുംഖോർ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങൾ വാങ്ങിയതിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇന്ത്യയിലെത്തിച്ചത് 8 തരം കാറുകൾ. വ്യാവസായികളുടെ വസതികളിലും പരിശോധന. സൈക്കോ ക്രിമിനൽ സെബാസ്റ്റ്യന്റെ ഇരകളിൽ 5ാമതൊരു സ്ത്രീ കൂടിയെന്ന് സംശയം. കൂത്താട്ടുകുളം കാരമാല സ്വദേശി ഏലിയാമ്മയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ്. തിരോധാന കേസിൽ പുനരന്വേഷണം. ഏലിയാമ്മയുമായി സെബാസ്റ്റ്യൻ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി തെളിവ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സർക്കാരിനെ പ്രശംസിച്ചും കോൺഗ്രസിനെയും ബിജെപിയെയും അതിരൂക്ഷമായി വിമർശിച്ചും NSS. ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്ന് സുകുമാരൻ നായർ. LDF സർക്കാർ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കാതെ പാരമ്പര്യം നിലനിർത്തി. ബിജെപി സർക്കാരോ കോൺഗ്രസോ ശബരിമലയ്ക്കായി ഒന്നും ചെയ്തില്ലെന്നും വിമർശനം. AKG സെന്റർ നിർമ്മാണത്തിന് CPM വാങ്ങിയത് തർക്കഭൂമിയെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഭൂമി വാങ്ങരുതെന്ന് കാട്ടി മുന്നുടമകൾ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. ഭൂമി വിവാദത്തിൽ CPMന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഭൂമി വാങ്ങിയതെന്ന് നേതൃത്വം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെച്ചേക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകം. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഇന്ന് ഏറ്റുവാങ്ങും. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഡൽഹിയിൽ. വിജയരാഘവനും ഉർവശിയും അവാർഡുകൾ സ്വീകരിക്കും. സ്വതന്ത്ര പലസ്തീൻ ആവശ്യം ശക്തമാകുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷിക യോഗം ഇന്ന്. സ്വതന്ത്ര നിലപാടിന് പിന്തുണച്ച് ഫ്രാൻസും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യ നേതാക്കളുമായി ട്രംപിന്റെ കൂടിക്കാഴ്ച. ഹമാസിനെതിരെ പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ്. പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണം. വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിച്ചിരുന്ന അഫ്ഗാൻ ബാലന്റെ സാഹസിക യാത്ര. 13കാരൻ ഇന്ത്യയിലെത്തിയത് വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിച്ചിരുന്ന CIMS കസ്റ്റഡിയിലെടുത്ത കുട്ടിയെ തിരിച്ചയച്ചു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റെന്റ് വിതരണത്തിൽ മുന്നറിയിപ്പുമായി കമ്പനികൾ. അടുത്ത മാസം 5-നകം മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കണമെന്ന ആവശ്യം. സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുമെന്ന അറിയിപ്പ്. സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചത് സെപ്റ്റംബർ 1-ാം തീയതി മുതൽ. കോഴിക്കോട് ബീച്ചിന് സമീപം വൻകിട റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണം. വ്യാവസായിക ഭൂമിയിൽ നിർമ്മിക്കുന്നത് ബഹുനില പാർപ്പിട സമുച്ചയം. നിർമ്മാണം താൽക്കാലിക നിർമ്മിതിക്കായി അനുമതി തേടിയിടത്ത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട സർക്കാർ ഉത്തരവ്. വിശദമായി നോക്കാം. ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ വാങ്ങിയതിലാണ് സംസ്ഥാനത്തെ 30-ലധികം കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നത്. ദുൽഖറിന്റെ ഡിഫൻഡർ പിടിച്ചെടുത്തു. പനമ്പള്ളി നഗറിലെ വീട്ടിലെ ഗ്യാരേജിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത 10 കാറുകളാണ് ഉള്ളത്. ഇതിന്റെ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 11 കാറുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നവമി ദിനേശും MS അനീഷ് കുമാറും CV അനുമോദും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം നവമി ദിനേശിലേക്കാണ്. നവമി, ഇപ്പോഴും കസ്റ്റംസിന്റെ പരിശോധന തുടരുന്നത് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.
വീട്ടിലെ ഗ്യാരേജിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത 10 കാറുകളുണ്ട്. ഇവിടെ മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല, കോഴിക്കോടും മലപ്പുറത്തും തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ കസ്റ്റംസ് പരിശോധന നടക്കുന്നു. തിരുവനന്തപുരത്തുള്ള പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധനയുണ്ട്. ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ പിടിച്ചെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു കസ്റ്റംസ് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ. ഭവ്യ, 2 വാഹനം പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അത് ഏതൊക്കെയാണ്? ഒരു ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റ് ഒരു വാഹനം ഏതാണെന്ന് ഈ വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൽ നമുക്കൊരു വ്യക്തത കൈവരും. എന്തായാലും രാവിലെ തുടങ്ങിയ 10 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ ഈ റെയ്ഡ് പിന്നിട്ടിരിക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ 2 വീടുകളിൽ, ഒന്ന് പനമ്പള്ളിയിലെ വീട്ടിൽ, അവിടെയാണ് അത് മമ്മൂട്ടിയുടെ വീടാണ്, ആ വീട്ടിലും മറ്റൊന്ന് ഇവരുടെ തന്നെ എളമക്കരയിലെ വീട്ടിലും, ഈ 2 വീടുകളിലുമാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ്. ഒപ്പം മോട്ടോർ വാഹന വകുപ്പും ഈ പരിശോധനയിലുണ്ട്. ഇതിനുശേഷം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. അവരും അല്പസമയം മുമ്പ് തന്നെ ഇളംകുളത്തെ വീട്ടിലെത്തി പരിശോധനയിൽ പങ്കാളികളായിട്ടുണ്ട്. എന്തായാലും 2 വാഹനങ്ങൾ, ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൊരു ഡിഫൻഡർ ഉണ്ട്. ഇനി അറിയേണ്ടത്, ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇനി അറിയേണ്ടത്, ഈ വാഹനം ഇവർ സ്വന്തമാക്കുമ്പോൾ ഈ ഭൂട്ടാനിൽ നിന്നും തട്ടിപ്പ് നികുതി വെട്ടിച്ച് എത്തിച്ച വാഹനമാണോ എന്നതിൽ ആണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തത വരേണ്ടത്. അതിനെന്തായാലും ഇനി ദുൽഖർ സൽമാനെ വിശദമായി ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കും. അപ്പോഴായിരിക്കും ഈ വാഹനം സ്വന്തമാക്കുന്ന സമയത്ത് സമർപ്പിച്ച രേഖകൾ, കൃത്യമായിട്ടുള്ള ടാക്സ് അടച്ചോ, എത്ര രൂപ കൊടുത്താണ് അവർ ഈ വാഹനം സ്വന്തമാക്കിയത്, ഇതിന്റെയൊക്കെ രേഖകൾ ഹാജരാക്കാനായിരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടുത്തതായി ആവശ്യപ്പെടുക. എന്തായാലും ഇപ്പോൾ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ വാഹനം ഇപ്പോഴും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ഇടങ്ങളിൽ, തേവരയിലെ ഫ്ളാറ്റിലും മറ്റൊന്ന് തിരുവനന്തപുരത്തെ വീട്ടിലുമായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. ഈ 2 ഇടങ്ങളിലെ പരിശോധനയിൽ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ വാഹനം എവിടെയെന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് ഇനി പൃഥ്വിരാജിനെ തന്നെയായിരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുക. അതിനുശേഷം ആ വാഹനം എവിടെയെന്നതിലും അന്വേഷണ സംഘത്തെ കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റംസ് ഈ വാഹനം കണ്ടുകെട്ടുക എന്നതാണ് അടുത്ത നടപടിയായി കടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഇടനിലക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ, ആരിൽ നിന്നാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജും അമിത് ചക്കാലയ്ക്കലും ഈ വാഹനം സ്വന്തമാക്കിയത് എന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവർക്ക് ലഭിച്ച വിവരം. ഇത് തുടക്കത്തിൽ ഈ ഭൂട്ടാനിൽ നിന്നും പട്ടാളക്കാർ ഉപയോഗിച്ച വാഹനമാണ്. അത് സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്. അത് പിന്നീട് ഇടനിലക്കാർ വഴി ഹിമാചലിലെത്തി, ഹിമാചലിൽ നിന്നാണ് കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്കുമൊക്കെ എത്തുന്നത്. അങ്ങനെ ഈ വാഹനം സ്വന്തമാക്കുന്നതിന് മുൻപ് ഒരു ഇടനിലക്കാരെ ആവശ്യമുണ്ട്. ആ ഇടനിലക്കാർ വഴിയാണ് ഇവർ വാഹനം സ്വന്തമാക്കുന്നത്. അവരാണ് കൂടുതൽ പണം, ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നും ഇവരിൽ നിന്നും വാങ്ങുമ്പോൾ 3 ലക്ഷം രൂപയും മറ്റുമായിരിക്കും. പിന്നീട് ഇവർ സ്വന്തമാക്കുമ്പോൾ ഇരട്ടി തുക കൊടുത്താണ് ഇവർ വാങ്ങുന്നത്. അതിൽ നിന്ന് തന്നെ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായി ഇവർക്ക് വിവരം ലഭിച്ചത്. അത്തരത്തിലുള്ള ചില സൂചനകളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും മൊഴികളും ലഭിക്കുകയും ചെയ്തു. അതിന്റെ അന്വേഷണത്തിലാണ് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇവർ കടക്കുകയും ആ പരിശോധനയുടെ ഭാഗമായി എറണാകുളത്ത് നടന്മാരുടെ മാത്രമല്ല, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലയ്ക്കൽ എന്നിവരുടെ മാത്രമല്ല, കളമശ്ശേരിയിലെ ഒരു വ്യവസായി, അതോടൊപ്പം ചില ആഡംബര വാഹനങ്ങളുടെ ഷോറൂമുകൾ, ഇവരുടെയുമൊക്കെ ഈ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ ഉടനീളം കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലെല്ലാം 5 ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. മറ്റിടങ്ങളിൽ കോഴിക്കോട് നിന്നും ഒക്കെ ചില വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് വ്യവസായികൾ, കാർ ഷോറൂം ഉടമകൾ, അവരുടെ സ്ഥാപനങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയാണ് ആ രീതിയിൽ പുരോഗമിക്കുന്നത്. ഇവിടെ പ്രധാനമായും വരുമ്പോൾ, എറണാകുളത്ത് പ്രധാനമായും വരുമ്പോൾ ഈ
നടൻ ദുൽഖർ സൽമാന്റെ 2 വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. അതിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. അതിലൊന്ന് ഡിഫൻഡർ ആണ്. മറ്റൊരു വാഹനം ഏതാണെന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാനും സാധിക്കും. ഇനി ഇതിന്റെ രേഖകളുമായി ബന്ധപ്പെട്ട കൃത്യത വരേണ്ടതുണ്ട്. ഇതിന് ചില രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദുൽഖർ സൽമാനെ ബന്ധപ്പെടും. എന്തായാലും ദുൽഖർ ഇപ്പോൾ കേരളത്തിലില്ല, ചെന്നൈയിൽ തന്നെയാണ്. മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം ഒന്നാകെ ചെന്നൈയിലേക്ക് മാറിയത് 2-3 മാസത്തോളമായി അവർ ചെന്നൈയിലാണ് ഇപ്പോൾ താമസമുള്ളത്. ദുൽഖർ ഇടയ്ക്ക് മാത്രമാണ് കേരളത്തിലേക്ക് വരാറുള്ളൂ. എന്തായാലും ഈ വീട്ടിൽ 2 ഇടങ്ങളിലും പനമ്പള്ളിയിലെയും എളമക്കരയിലെയും ഈ 2 വീടുകളിലും ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഭവ്യ, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോകുന്നു. അവിടെ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായി 30 കേന്ദ്രങ്ങളിലാണ് പരിശോധന. അതിൽ കോഴിക്കോട് തൊണ്ടയാട് റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കോഴിക്കോട് പ്രിവന്റീവ് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. അവിടുത്തെ വിശദാംശങ്ങൾ എന്താണ്? MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, കോഴിക്കോട് തൊണ്ടയാട് റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കസ്റ്റംസിന്റെ പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ആ പരിശോധന തുടരുന്നുണ്ടോ? അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പരിശോധന കഴിഞ്ഞ് കസ്റ്റംസ് സംഘം മടങ്ങിയിരിക്കുന്നു. രാവിലെ 11:00 ഇവർ പരിശോധനയ്ക്ക് എത്തിയത്. റോഡ്വേസ് കാർ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലും ഒപ്പം റോയൽ കാസിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിശോധന കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു അല്ലേ? എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഡോക്യുമെന്റിൽ ചെക്ക് ചെയ്തു. പിന്നെ ഒരൊറ്റ ഡൗട്ട് ഉണ്ടായിരുന്നു പ്രാഡോന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരെ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ല, ഇതുവരെ നിങ്ങളൊന്നും കൊണ്ടുപോകാനും ഇല്ല, ഒന്നും എടുക്കാനും ഇല്ല, ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് അവർ പോയി. എവിടെ നിന്നുള്ള കാറൊക്കെയാണ് നിങ്ങൾ സാധാരണ? നമ്മൾ കേരളമാണ് അധികം ചെയ്യാറ്. പിന്നെ ഈ എക്സോട്ടിക് കാർ ചെയ്യുമ്പോൾ ലംബോർഗിനി ആയാലും പോർഷെ അങ്ങനത്തെ ഞാൻ അതർ സ്റ്റേറ്റിൽ ചെയ്യാറുണ്ട്. അത് അതർ സ്റ്റേറ്റിലല്ലോ അധികം ഉണ്ടാവുക. അപ്പോൾ അത് അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കും. ഇവിടെ നിന്ന് ഞങ്ങൾ അതർ സ്റ്റേറ്റിൽ വിൽക്കാറുണ്ട്. ഇന്ത്യ ടോട്ടൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഭൂട്ടാൻകാർ ഇല്ലാത്തതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത്. താരങ്ങളൊക്കെ വാഹനം വാങ്ങാറുണ്ട്. എത്രയോ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനത്തെ കാറല്ല, നല്ല കാശ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഒന്നും കണ്ടെത്തിയിട്ടില്ല അല്ലേ? ഇത് ആശ്വാസം, ഒന്നും കണ്ടെത്തില്ല, ഇനി കണ്ടെത്താനും ഇല്ല, കണ്ടെത്താതെ വെക്കട്ടെ. അദ്ദേഹമാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. അദ്ദേഹം പറയുന്ന അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 7 ഇടത്തായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നടന്നത്. ഇത്തരത്തിൽ നടന്ന പരിശോധനയിൽ 11 ഇടത്തു നിന്നും 11 കാറുകൾ ഇതിനകം, അതും വില കൂടിയ ആഡംബര കാറുകളാണ്, അവ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് കസ്റ്റംസ് സംഘം സ്ഥിരീകരിക്കുന്നു. അവ കരിപ്പൂർ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക്, എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നും അറിയിച്ചിരിക്കുന്നു. മറ്റ് പല ഇടങ്ങളിലും, പ്രത്യേകിച്ചും യൂസ്ഡ് കാർ ഷോറൂമുകൾ, ഈ ആഡംബര വാഹനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളിലാണ് കൂടുതലായും പരിശോധന നടത്തിയത്. കോഴിക്കോട് നഗരത്തിൽ മാത്രം റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിൽ, റോയൽ കാസ് എന്ന സ്ഥാപനത്തിലും പരിശോധന നടത്തിയിരുന്നു. എന്തായാലും എവിടെ നിന്നൊക്കെയാണ് കാറുകൾ പിടിച്ചെടുത്തത് എന്നൊരു കൃത്യമായ സ്ഥിരീകരണം കസ്റ്റംസിൽ നിന്ന് നൽകിയിട്ടില്ല. 11 കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുന്നു. അത് എവിടെയൊക്കെയാണുള്ള കാര്യം പിന്നീട് അറിയിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാറിനെ സംബന്ധിച്ചായിരുന്നു ചില ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. ആ കാറുമായി ബന്ധപ്പെട്ട ഇൻവോയ്സും മറ്റു രേഖകളുമൊക്കെ ഹാജരാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തൃപ്തികരമായി പരിശോധന പൂർത്തിയാക്കി കസ്റ്റംസ് സംഘം മടങ്ങി എന്നതാണ് ഇവർ അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ പരിശോധന പൂർത്തിയാവുകയും ചെയ്തത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നു. അനുമോദ്, മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 11 കാറുകൾ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? മലപ്പുറം ജില്ലയിൽ നിന്ന് 3 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഒന്ന് വെട്ടിച്ചിറയിലാണ്. വെട്ടിച്ചിറയിലെ ഫ്ലൈ വീൽസ് എന്ന സ്ഥാപനത്തിലാണ്. അവിടെ ഇപ്പോഴും കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണ്. 10 മണിക്കാണ് അവിടെ കോഴിക്കോട് നിന്ന് കസ്റ്റംസ് സംഘം എത്തിയത്. അവർ ആ ഷോറൂമിലെ വാഹനങ്ങളുടെ രേഖകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് അരീക്കോട് മൂർക്കനാട് ഒരു ഗ്യാരേജ് ആണ്. പക്ഷെ അവിടെ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഗ്യാരേജിൽ ഈ VHS നിന്നുള്ള വാഹനങ്ങൾ റിപ്പയറിന് കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷിച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത്. മറ്റൊന്നുള്ളത് മൂർക്കനാട് ആണ്.
വെങ്ങാട് മൂർക്കനാട്, അവിടെയും ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് പരിശോധന നടത്തുന്നത്. പക്ഷെ ഇവിടെ നിന്നെങ്കിലും വാഹനങ്ങൾ പിടിച്ചെടുത്താറുള്ള വിവരങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ വന്നിട്ടില്ല. ഈ ഫ്ലൈ വീൽസിൽ കുറെ വാഹനങ്ങൾ അവിടെയാണ് ഷോറൂം ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ കുറെ അധികം വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് കസ്റ്റംസ് എന്നതാണ് ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ വിദേശത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ മലപ്പുറം ജില്ലയിൽ 3 ഇടങ്ങളിലായിട്ട് പരിശോധന നടത്തിയിട്ടുള്ളത്. ഒരിടത്ത് ഒരു ഗ്യാരേജിലുമാണ്, അരീക്കോട് മൂർക്കനാട് ഗ്യാരേജിലുമാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്നും ഈ ഗ്യാരേജിൽ സംശയാസ്പദമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പൊ പരിശോധന തുടരുന്നത് വെട്ടിച്ചിറയിലെ ഫ്ലൈവീൽസ് എന്ന സ്ഥാപനത്തിലാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന. ഭവ്യ. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 198 ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഇതിൽ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് പരിശോധിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വീടിന്റെ മുൻപിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, 2ഓളം വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുൽഖറിന്റെ വിശദാംശങ്ങൾ. ഭവ്യ, നമ്മളിപ്പോൾ ഉള്ളത് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ഉപേക്ഷിച്ചിട്ടുള്ള, അതായത് വിന്റേജ് മോഡലിലുള്ള കുറച്ച് വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഗ്യാരേജിന് മുന്നിലാണ് നിൽക്കുന്നത്. അതായത് ഇത് ഈ പറയുന്ന ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി പെടുന്ന വാഹനങ്ങളല്ല. എന്നിരുന്നാൽ പോലും ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ, അതായത് ഇത് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്ത വാഹനങ്ങളല്ല, അതേസമയം കേരളത്തിന് പുറത്ത് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വാഹനങ്ങളാണ്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുകയാണ്, രേഖകളൊക്കെ പരിശോധിക്കുകയാണ്. അതേസമയം ഇവിടെ ഉള്ളത് ഈ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗമാണ് ഇവിടെയുള്ളത്, പ്രിവന്റീവ് ഓഫീസേഴ്സ് ആണ് ഇവിടെയുള്ളത്. അവരതിന്റെ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും നികുതി വെട്ടിപ്പോ മറ്റേതെങ്കിലും രേഖകളുടെ പിഴവോ അത്തരം കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. ഈ പരിശോധനയുടെ ഭാഗമായി 2 വാഹനങ്ങൾ പിടിച്ചെടുത്തതിന്റെ ഭാഗമായി, അതായത് ഇറക്കുമതി ചെയ്തു എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന വാഹനങ്ങളല്ല ഇത്. എന്നിരുന്നാൽ പോലും ഇതൊക്കെ നേരത്തെ പല കാലഘട്ടങ്ങളിലായി മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന വാഹനങ്ങളാണ്. പഞ്ചാബ് രജിസ്ട്രേഷനുള്ള വാഹനമുണ്ട്, അതുപോലെ കർണാടക രജിസ്ട്രേഷനുള്ള വാഹനമുണ്ട്. അത്തരത്തിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോപ്പറാണോ, അതല്ലെങ്കിൽ അതിന്റെ മറ്റു രേഖകൾ പ്രോപ്പറായിരുന്നോ, അത് നേരായ വിധമാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ച് വരുന്നത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വാഹന പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് കസ്റ്റംസ് ഓഫീസേഴ്സ് തന്നെയാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഈ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത വാഹനങ്ങളല്ല ഇവിടെ ഉള്ളതെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് നമുക്കറിയാം. ഇത് പക്ഷെ നേരത്തെയുള്ള വിന്റേജ് മോഡലുള്ള കുറച്ച് വാഹനങ്ങളാണ്. ആ ഒരു വാഹനങ്ങൾ രജിസ്ട്രേഷന്റെ വിശദാംശങ്ങൾ, അതിന്റെ രേഖകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് പ്രത്യേകിച്ചും ഒരു വാഹനം, ബാക്കിയെല്ലാം ഒരു വാഹനം, അതായത് കേരള രജിസ്ട്രേഷനുള്ള ഒരു വാഹനം മാത്രമേ ഉള്ളൂ. ഇവിടെ 8 കാറുകളുണ്ട് നിലവിൽ. ബാക്കിയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, കർണാടകയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. ഇതിന്റെ ഭാഗമായി തന്നെ അതിൽ കൂടിയുള്ള പരിശോധനയാണ് ഇവിടെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. മറ്റു വിവരങ്ങളൊന്നും, അതായത് പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഭവ്യ. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകിയത്. LDFനെ പ്രശംസിച്ചും കോൺഗ്രസിനെയും BJPയെയും അതിരൂക്ഷമായി വിമർശിച്ചും NSS അയ്യപ്പ സംഗമത്തിൽ നിന്ന് UDF വിട്ടുനിന്നതിൽ അതൃപ്തി പരസ്യമാക്കിയ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്നും തുറന്നടിച്ചു. സുപ്രീം കോടതി വിധി എതിരായിരുന്നിട്ടും LDF സർക്കാർ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കാതെ പാരമ്പര്യങ്ങൾ അതേപടി നിലനിർത്തി. ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരോ കോൺഗ്രസോ ശബരിമലയ്ക്കായി ഒന്നും ചെയ്തില്ലെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ അതിരൂക്ഷ വിമർശനം. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന് NSS ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത്? മറ്റൊന്ന്, ഇവിടെ പ്രധാനമായും ഇടതുമുന്നണി അല്ലെങ്കിൽ സർക്കാരിനെ പരിഗണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയാണ് സുകുമാരൻ നായർ, അല്ലേ?
തീർച്ചയായും ഭവ്യ, വളരെ ശ്രദ്ധേയമാണ് NSSന്റെ ഇപ്പോഴത്തെ നീക്കം. കാരണം ഇതുവരെ സമദൂരം എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന NSS ഒരല്പം ദൂരം കൂടുതലായി ഇടതുമുന്നണിയുമായി അകൽച്ച പാലിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും ഇടതുപക്ഷവുമായി കൂടുതൽ അടുക്കുന്ന രാഷ്ട്രീയ നീക്കമാണോ NSSൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന എന്ന സൂചനകൾ നൽകുന്ന നിലപാടാണിപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കോൺഗ്രസിനെയും BJPക്കും വിമർശനമുണ്ട്, അതേസമയം LDFന് പുകഴ്ത്തലും പ്രശംസയും നൽകുന്നു എന്നതാണ് ഈ അഭിമുഖത്തിൽ പ്രത്യേകത. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതായത് ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത്. ശബരിമലയിൽ നിലപാട് മാറ്റം ഇടതുമുന്നണി പ്രഖ്യാപിച്ചു, സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുന്നു. അക്കാര്യങ്ങളിൽ ആചാര ലംഘനം ഉണ്ടാവില്ല എന്ന ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് തങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നത് എന്നതാണ് NSSന്റെ വിശദീകരണം. അതിൽ തീരുന്നില്ല എന്ന് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. അതായത് കോൺഗ്രസും BJPയും വിട്ടുനിന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ്. ഇതിൽ അവർക്കൊരു പരോക്ഷ വിമർശനം കൂടി ഇക്കാര്യത്തിൽ NSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസിനെതിരെ അല്പം കൂടി കടുത്ത നിലപാടുകൾ NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ്, അവർക്ക് ന്യൂനപക്ഷ വോട്ടുകളോടാവാം താല്പര്യം എന്ന നിലപാടാണ് ഈ അഭിമുഖത്തിൽ NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത്. ഇതോടുകൂടി കോൺഗ്രസിനെതിരെ നിലപാട് ഒന്നുകൂടി കടുപ്പിച്ചു എന്നതാണ് സാഹചര്യം. NSS ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഇത്തരമൊരു നിലപാടെടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്നത് സ്വാഭാവികമായും വലിയ ചർച്ചയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുമുന്നണി നേതൃത്വം NSSുമായി അടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണോ ഇപ്പോൾ സുകുമാരൻ നായരുടെ വാക്കുകളിലുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. അയ്യപ്പ സംഗമം കേരളത്തിന്റെ അഭിവൃദ്ധിക്കെന്ന് EP ജയരാജൻ. മക്കയും മദീനയും വളർന്നത് വിശ്വാസത്തിന്റെ പേരിലാണ്. ശബരിമലയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമം. ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നത് നാടിന്റെ ഐശ്വര്യമാണ്. UDFന്റെ എതിർപ്പ് അസഹിഷ്ണുത മൂലമെന്നും EP ജയരാജൻ. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം. അത് കേരളത്തിന്റെ താല്പര്യമാണ്. അത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിൻ്റെയും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും. ഇപ്പോൾ സൗദി അറേബ്യ എത്ര ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും അവിടെ എത്തുകയും ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ദർശനം നടത്തി വരുന്നത്. അത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ വളർച്ചയില്ലേ, എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. എത്ര കോടിയുടെ വ്യാപാരമാണ് നടക്കുന്നത്. ആ പുരോഗതി നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അത് കേരളത്തിൻ്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയിലേ സ്വീകരിക്കുന്നത്. എന്തിനാ അതിനെ എതിർക്കുന്നത്? അത് ലോക പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത്? ഇത് കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തെ നിഹനിക്കുന്നതാണ്. പിണറായിക്ക് പറ്റിയ കൂട്ട് യോഗി ആദിത്യനാഥ് തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതോടുകൂടി മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഓരോ മതത്തിനും സംഗമം നടത്തുന്ന തിരക്കിലാണ് സർക്കാരെന്നും ഇതെന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും VD സതീശൻ പരിഹസിച്ചു. CPMഉം BJPയും അയ്യപ്പ സംഗമം രണ്ടായി നടത്തേണ്ടിയിരുന്നില്ലെന്നും ഒരുമിച്ചിരുന്നാൽ മതിയായിരുന്നുവെന്നും VD സതീശൻ. ഞങ്ങൾ പറഞ്ഞല്ലോ, BJPയുമായി അവിശുദ്ധമായൊരു ബാന്ധവം കേരളത്തിലെ CPMനുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം. ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ ഇന്നലെ വികസന സദസ്സ്, ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇലക്ഷന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തൊരു മൗഢ്യമാണ് അത്. മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല. ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ചു കൊന്ന ഗവൺമെന്റാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വികസന സദസ്സ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം. എന്നിട്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ്. അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ. യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലാണെന്ന് EP ജയരാജൻ. രാഷ്ട്രീയ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചതെന്നും EP ജയരാജൻ. എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. UP ഇന്ത്യയിലെ വലിയൊരു സംസ്ഥാനമാണ്. അദ്ദേഹത്തിന് എനിക്ക് എന്താണ് അതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചില്ലേ? ആദ്യം വരാമെന്ന് പറഞ്ഞില്ലേ? കർണാടകത്തിൽ നിന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടല്ലേ.
ഞാനതാ ചോദിക്കുക, എന്തിനാണ് ഈ കേരളത്തിൻ്റെ വളർച്ച ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, രാഷ്ട്രീയ എതിരുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS അല്ലേ? നിങ്ങൾ കാണേണ്ട കാര്യം അവർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണപരമായ ചുമതല നിർവഹിക്കുകയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുന്നു. എന്തായാലും ഒരു തെറ്റ് അതിങ്ങനെ കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് എന്തിനാ? സതുദ്ദേശപരമാണോ? AKG സെന്റർ നിർമ്മാണത്തിന് CPM വാങ്ങിയത് തർക്കഭൂമി എന്നറിഞ്ഞുകൊണ്ട് തന്നെയെന്ന് അതിന് തെളിവുകൾ പുറത്ത്. തർക്കഭൂമിയായതിനാൽ വാങ്ങരുതെന്ന് കാട്ടി മുൻ ഉടമകളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഭൂമി വിവാദത്തിൽ സുപ്രീം കോടതി CPMന് നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. AKG പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാൻ സർവകലാശാലയുടെ ഭൂമി കയ്യേറിയെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ AKG സെന്റർ നിർമ്മാണവും വിവാദത്തിലാകുന്നത്. 2020 സെപ്റ്റംബർ 25-നാണ് ഇപ്പോഴത്തെ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമി CPM വാങ്ങിയത്. 32 സെന്റ് സ്ഥലം 6.4 കോടി രൂപയ്ക്കായിരുന്നു സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പ്രമാണം ചെയ്തത്. ഇതിനു മുമ്പ് ജൂൺ 9-നാണ് VSSC ശാസ്ത്രജ്ഞൻ കൂടിയായ ഇന്ദുഗോപൻ തങ്ങളുടെ ഭൂമി ചിലർ തട്ടിയെടുത്തതാണെന്നും CPM വാങ്ങരുതെന്നും ആവശ്യപ്പെട്ട് കോടിയേരിക്ക് കത്ത് നൽകിയത്. ഇന്ദുഗോപന്റെ മുത്തച്ഛൻ P. ജനാർദ്ദനൻ പിള്ള 1998 ഏപ്രിലിൽ വാങ്ങിയ ഭൂമി ലേല നടപടിയിലൂടെ ചിലർ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. CPM ഈ ഭൂമി വാങ്ങിയാലും ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇന്ദുഗോപൻ നൽകിയിരുന്നു. ഇതൊക്കെ അവഗണിച്ചാണ് CPM ആ ഭൂമി വാങ്ങിയതും 9 നില കെട്ടിടം നിർമ്മിച്ചതും. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഭൂമി വാങ്ങിയതെന്ന് CPM നേതൃത്വം പറയുന്നു. എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് AKG സെൻ്റർ പാർട്ടി ആ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഭൂമി വാങ്ങും? എന്തെങ്കിലും തർക്കമുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങും? പാർട്ടി നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെയൊക്കെ ഉപദേശം തേടിയിട്ടാണ്, എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ചിട്ടാണ്, ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടാണ്. ഞങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കില്ല, തെറ്റായ ഒരു നടപടി സ്വീകരിക്കില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ഞങ്ങളെക്കുറിച്ച് തെറ്റാണെന്ന് ലെവലേശ ചെറിയൊരു അംശമെങ്കിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകില്ല. പിന്നെ ഇതെല്ലാം വാർത്തയുണ്ടാക്കാൻ നടക്കുന്നവർക്കൊക്കെ ഒരു പൂരമായിരിക്കും. നടത്തട്ടെ. ഇന്ദുഗോപന്റെ കുടുംബത്തിന്റെ പരാതിയിൽ സുപ്രീം കോടതി CPMന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള വനിതാ നേതാവ് ആരോപണ വിധേയരായ DMC അംഗങ്ങളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുകയാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആക്ഷേപം. പ്രശ്നപരിഹാരത്തിന് ഹൈക്കമാൻഡ് ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരസ്യ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കോൺഗ്രസ് വനിതാ നേതാക്കളെയും സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തിയ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളെ പുറത്താക്കുന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. വ്യക്തിഹത്യ ആരോപണം നേരിടുന്ന ജിജോ മാത്യു, റനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് താഹ, സന്ദീപ് വാഴക്കാടൻ, നാസർ പട്ടിത്തടം തുടങ്ങിയവരെ സംരക്ഷിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള വനിതാ നേതാവ് നീക്കം നടത്തുകയാണെന്നാണ് ദേശീയ നേതൃത്വത്തെ ഒരു വിഭാഗം പരാതി അറിയിച്ചിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ DMC പുനഃസംഘടിപ്പിക്കുമെന്ന് KPCC നേതൃത്വം നിലപാടെടുത്തിട്ടും തീരുമാനം നടപ്പിലാക്കുന്നതിന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് വിമർശനം. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗം പിരിച്ചുവിടാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കാണിച്ച ധൈര്യം DMCയുടെ കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യങ്ങളിൽ SIR നീട്ടിവെക്കണമെന്ന ആവശ്യത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തേക്കില്ല. സംവിധാനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കേണ്ടി വരുമെന്നതിനാൽ ഡിസംബറിന് ശേഷമാകും നടപടികൾ ആരംഭിക്കുക. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകില്ല. അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ആഴ്ചകൾക്കപ്പുറം സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഡിസംബർ പകുതിയോടുകൂടി പുതിയ ഭരണസമിതികൾ ഇവിടെയൊക്കെ ചുമതലയേൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ സാധ്യമല്ല എന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതിനും
നേതൃത്വം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകണം. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വിനിയോഗിക്കുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് അവരെ നിയോഗിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രധാനമാണ്. അവരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ജോലികളിലേക്ക് മുഴുകുമ്പോൾ അവിടെ അതും തടസ്സമുണ്ടാകും. അതുകൊണ്ട് സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം ഡിസംബർ 20 ശേഷം മതി എന്നൊരു നിലപാടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ നിലപാടിനോട് യോജിക്കുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡിസംബർ പകുതിക്ക് ശേഷം മാത്രം, ഒരുപക്ഷെ അടുത്ത വർഷം ആദ്യം മാത്രമാകും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. കഴിഞ്ഞ 2020 കോവിഡിൻ്റെ സമയത്ത് 2 മാസക്കാലം തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ. എന്നാൽ ആ 2 മാസ കാലാവധി നീട്ടിവെക്കൽ വന്നത് കാരണം ആണ് ഡിസംബർ 20 ഡിസംബർ 20 പുതിയ ഭരണസമിതി നിലവിലുണ്ട്. 5 വർഷ കാലാവധി പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടത് 2025 ഡിസംബർ 20 പുതിയ പട്ടികയിൽ ആയിരിക്കും മെയിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പട്ടികയോ അല്ലെങ്കിൽ ഇപ്പോൾ കമ്മീഷൻ പുറത്തിറക്കിയ പട്ടികയോ ഒക്കെ ആകും ഉപയോഗിക്കുക. ഇന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനെ നേരിട്ട് കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹകരണം ഉറപ്പാക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. എല്ലാ സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള എല്ലാ സംവിധാനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കൂടി വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ആ നിർണായകമായ കൂടിക്കാഴ്ച. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും അവിടെ അവർ തീരുമാനമെടുക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിലെ വിഗ്വാൻ ഭവനിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാളത്തിന് ഇത്തവണ 6 പുരസ്കാരങ്ങളാണുള്ളത്. ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലും ഏറ്റുവാങ്ങും. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, മലയാളികളെ സംബന്ധിച്ച് ഇന്ന് അഭിമാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ നിമിഷമാണ് ഇനി വരാനിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഏറ്റുവാങ്ങുന്നത് മാത്രമല്ല, രാജ്യത്ത് തന്നെ സിനിമയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ഇന്ന് ഏറ്റുവാങ്ങാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതായിട്ടാണ് കേരളത്തിലേക്ക് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിലൂടെ എത്തുന്നത്. ആ സന്തോഷം അത് ചെറുതൊന്നുമല്ല. വൈകിട്ട് 4 മണിക്ക് പുരസ്കാര വിതരണം, അല്ലേ? അതെ ഭവ്യ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് വിഗ്യാൻ ഭവനിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. മലയാളത്തിൽ ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെ 6 പുരസ്കാരങ്ങളാണ് മലയാള സിനിമയെ തേടി എത്തിയിട്ടുള്ളത്. ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് എല്ലാ ജേതാക്കളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മോഹൻലാൽ ദൃശ്യം 3 സിനിമയുടെ സെറ്റിലായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഡൽഹിയിലേക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ വിജയികൾക്ക് പുരസ്കാരം കൈമാറും. അതിനുശേഷം കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ അത്താഴ വിരുന്നും ഈ വിജയികൾക്ക് ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മലയാളത്തിൽ നിന്ന് ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പുറമെ ഉണ്ടായിട്ടുള്ള മറ്റ് പുരസ്കാരങ്ങളാണ്. മികച്ച നടന് വേണ്ടിയിട്ട് വിജയരാഘവനെ തിരഞ്ഞെടുത്തിരുന്നു. പൂക്കാലം, അതുപോലെ കിഷ്കിന്ധാകാന്ഡം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് അദ്ദേഹം മികച്ച സഹനടന് ഉള്ള പുരസ്കാരത്തിന് അർഹനായത്. അതുപോലെ മികച്ച സഹനടി പുരസ്കാരത്തിന് ഉർവശി അർഹയായിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ പ്രകടനത്തിനാണ് ഉർവശി അർഹയായത്. അതുപോലെ മികച്ച ചിത്ര സംയോജകനുള്ള പുരസ്കാരം മലയാളത്തിൽ നിന്ന് പൂക്കാലം എന്ന ചിത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള മിഥുൻ മുരളിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈന് 2018 വേണ്ടിയിട്ട് മോഹൻദാസിന് പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ മികച്ച മലയാളം ചിത്രമായിട്ട് ഉള്ളൊഴുക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റോ ടോമിക്കായിരിക്കും പുരസ്കാരം ലഭിക്കുക. ഈ വർഷം 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ നിരവധി വിവാദങ്ങൾ ഇതിനോടകം ഉണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് തന്നെ ഈ ചലച്ചിത്ര പുരസ്കാരത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ മലയാളികളെയും സന്തോഷിപ്പിച്ചുകൊണ്ടായിരുന്നു അവസാനം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് മോഹൻലാൽ അർഹനായത്. എന്തായാലും ഇന്ന് വൈകുന്നേരം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു സുവർണ നിമിഷം തന്നെയായിരിക്കും ഭവ്യ. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.
യുഎസിൽ പീയൂഷ് ഗോയലും എസ് ജയശങ്കറും നടത്തിയ ചർച്ചകൾ സമവായത്തിലേക്കെന്ന് സൂചന. ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രതിനിധി സംഘം പരിശോധിച്ചു. മാർക്കോ റൂബിയോയുമായി നടന്ന ചർച്ചയിൽ H-1B വിസയും ഉയർന്നുവന്നു. ഫീസിനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് ഇളവ് നൽകിയതിനേക്കാൾ സാധ്യതയുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ അമേരിക്ക ആറാംഘട്ട വ്യാപാര കരാർ ചർച്ചകളുടെ ഭാഗമായി യുഎസിന്റെ ക്ഷണപ്രകാരമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെത്തിയത്. യുഎസ് വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗ്രീറുമായി ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം 3ാം തവണയാണ് ഇരു നേതാക്കളും കാണുന്നത്. മുൻപ് മാർച്ചിലും മെയ്യിലും ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അതേസമയം ഇന്നലെ നടന്ന ചർച്ച വിജയകരമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ യുഎസ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായതായാണ് സൂചന. എന്നാൽ കാർഷിക മേഖല വ്യാപാര കരാറിൽ ഉൾപ്പെടുത്തണമെന്ന യുഎസ് ആവശ്യത്തിൽ ഇന്ത്യ നിലപാട് മയപ്പെടുത്തിയിട്ടില്ല. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ വ്യാപാര കരാറുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇന്ന് വാഷിംഗ്ടൺ ഡിസിയിൽ വെച്ച് പീയൂഷ് ഗോയൽ തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് വിവരം. 80ാമത് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് വിദേശകാര്യമന്ത്രി യുഎസിലെത്തിയത്. ഇന്നലെ അദ്ദേഹം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയ്ക്ക് മേൽ 50% അധിക തീരുവ ചുമത്തിയ ശേഷം ഇരു നേതാക്കളും ആദ്യമായായിരുന്നു കാണുന്നത്. മാർക്കോ റൂബിയോയുമായി സമകാലികമായ അന്താരാഷ്ട്ര ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചയായതായും ഇരു രാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായി ഒന്നിച്ചു നീങ്ങുമെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു. ചർച്ചയിൽ H-1B വിസ പ്രശ്നം മുഖ്യ വിഷയമായതായി സൂചനയുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് H-1B വിസ ഫീസിൽ ഇളവ് നൽകുമെന്ന് US അധികൃതർ സൂചന നൽകി. രാജ്യത്ത് ഡോക്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുള്ള സാഹചര്യത്തിലാണ് ഈ നീക്കം. ഈ മാസം 27-ന് എസ് ജയശങ്കർ UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. UN പൊതുസമ്മേളനത്തിനിടെ ഗാസ വിഷയത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ നേതാക്കന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും യുദ്ധത്തിന് ശേഷം ഗാസയുടെ നിയന്ത്രണവും ചർച്ചയാകും. UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചതിന് പിന്നാലെയാണ് വഴിയൊരുങ്ങിയത്. അതേസമയം ഹമാസ് കീഴടങ്ങണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അതോറിറ്റിയും രംഗത്തെത്തി. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കന്മാരുമായാണ് ട്രംപ് ചർച്ച നടത്തുക. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതും യുദ്ധത്തിന് ശേഷം ഗാസയുടെ നിയന്ത്രണം ആരേറ്റെടുക്കുമെന്നതടക്കം കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് വിവരം. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേനകൾ ഗാസയിലെത്തണമെന്ന നിർദ്ദേശം വാഷിംഗ്ടൺ മുന്നോട്ട് വയ്ക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലടക്കം ട്രംപ് ഇന്ന് UN പൊതുസമ്മേളനത്തിൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കും. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ അഭിസംബോധന നടക്കുക. അതേസമയം ഹമാസ് കീഴടങ്ങണമെന്ന നിലപാടുമായി പലസ്തീൻ അതോറിറ്റിയും രംഗത്തെത്തി. ഹമാസ് നിരായുധീകരിക്കണമെന്നും സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഹമാസിനെ ഒഴിവാക്കി പലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. എന്നാൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനാകില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിലപാട് അറിയിക്കാൻ വാഷിംഗ്ടണിലേക്ക് നേരിട്ട് പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിച്ചിരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് സാഹസിക യാത്ര നടത്തി ഒരു 13-കാരൻ. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചാണ് കുട്ടി കാബൂൾ വിമാനത്താവളത്തിൽ കയറിപ്പറ്റിയത്. തുടർന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിന്റെ പിൻചക്രത്തിൽ ഒളിക്കുകയായിരുന്നു. രാവിലെ 8:46 പുറപ്പെട്ട വിമാനം ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഞായറാഴ്ച കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന വിമാനത്തിലാണ് 13-കാരൻ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്തത്. രാവിലെ 8:46 പുറപ്പെട്ട KM എയറിന്റെ RQ-4401 വിമാനത്തിന്റെ പിൻചക്രത്തിലാണ് അഫ്ഗാൻ പൗരനായ പയ്യൻ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് കയറിപ്പറ്റിയത്. തുടർന്ന് 90 മിനിറ്റോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ 10:20-ന് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായ കുട്ടി ലാൻഡ് ചെയ്യുകയായിരുന്നു. യാത്രക്കാർ വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെയാണ് റൺവേയിൽ ദുരൂഹ സാഹചര്യത്തിൽ നിന്ന 13-കാരൻ സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടിയെ CISF കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. ഒരു കൗതുകത്തിന്റെ പുറത്താണ് വിമാനത്തിൽ കയറിപ്പറ്റിയതെന്നാണ് കുട്ടി മൊഴി നൽകിയത്. പ്രായപൂർത്തിയാവാത്ത വ്യക്തിയെന്ന നിലയിൽ അധികൃതർ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാതെ 12:30-ന് ഇതേ വിമാനത്തിൽ തന്നെ 13-കാരനെ തിരികെ കാബൂളിലേക്ക് അയച്ചു.
എന്നാൽ 30,000 അടി ഉയരത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ മറികടന്നുള്ള കുട്ടിയുടെ യാത്ര എല്ലാവരെയും അതിശയിപ്പിച്ചു. യാത്രക്കിടയിലെ ഓക്സിജന്റെ അഭാവം, ഹൈപ്പോതെർമിയ, കൊടും തണുപ്പ്, ഗിയർ മാറ്റത്തിനിടയിൽ കുടുങ്ങിയുള്ള മരണം, ലാൻഡിംഗ് സമയത്തെ വീഴ്ച എന്നിവയെല്ലാം അതിജീവിച്ചാണ് 13-കാരൻ ഡൽഹിയിലെത്തിയത്. കുട്ടി സുരക്ഷിതനാണെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയവരിൽ 5ാമതൊരു സ്ത്രീ കൂടിയോ? ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നവരിൽ 5ാമതൊരു സ്ത്രീ കൂടി. എറണാകുളം കൂത്താട്ടുകുളം കാറമ്പള സ്വദേശി ഏലിയാമ്മ എന്ന കുഞ്ഞിപ്പെണ്ണിന്റെ തിരോധാന കേസിലാണ് പുനരന്വേഷണം. സെബാസ്റ്റ്യൻ കൂത്താട്ടുകുളത്ത് എത്തിയിരുന്നെന്നും ഏലിയാമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സെബാസ്റ്റ്യനെ റോസമ്മയുടെ മകൻ ബിനുവും സുഹൃത്തും തിരിച്ചറിഞ്ഞു. ഇതോടെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം 3 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ജൂലൈ 28-ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ പോലീസിന് മുന്നിലുള്ളത് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനം മാത്രം. പിന്നീട് ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും സമാന സാഹചര്യങ്ങളിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കാണാതായ സ്ത്രീകളുടെ എണ്ണം 4ആയി വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിലിതാ മറ്റൊന്നുകൂടി. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണ വഴികളിലൂടെയാണ് ന്യൂസ് 18 ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വാർത്താ സംഘം എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തെ കാരമല എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 പങ്കുവയ്ക്കുകയാണ്. ജൂലൈ 4 കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ആണിത്. കോഴിപ്പള്ളി കാരമല ഉദയപ്പാറ വീട്ടിൽ കുഞ്ഞുപെണ്ണെന്ന് വിളിക്കുന്ന ഏലിയാമ്മ രാവിലെ 11:30 വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതാണ്. പിന്നീട് മടങ്ങി വന്നിട്ടില്ല. ഈ 60-കാരി പോയിട്ട് വർഷം 8 പിന്നിടുന്നു. കൂത്താട്ടുകുളം പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. പക്ഷേ യാതൊരു വിവരവും ആർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. സുഖമില്ലാത്ത മകനുമായി കാരമലയിലെ വീട്ടിൽ ഒറ്റക്കായിരുന്നു ഏലിയാമ്മയുടെ താമസം. വിവാഹ ബ്രോക്കറാണ്. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിരുന്നു തൊഴിലിന്റെ കേന്ദ്രം. സുഹൃത്ത് മേരിയും ബസ് സ്റ്റാൻഡിൽ അക്കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരും ആരായിരുന്നു ഏലിയാമ്മയെന്ന് നമ്മളോട് പറയുന്നു. 2018 വരെ അവരിവിടെ ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയിരുന്ന ബ്രോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നു ഏലിയാമ്മ. ബ്രോക്കർ പണി ഉണ്ടായിരുന്ന കുഞ്ഞുമണിയേച്ചിയാണോ? അതെ അതെ അതെ. പുള്ളിക്കാരത്തിനെ കാണാതെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതാ ചോദിച്ചാ. അപ്പൊ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞുമണിയേച്ചിനെ ഇതുവരെ ഇപ്പൊ 4-5 കൊല്ലം എങ്ങാണ്ടായി. ഇതുവരെ കണ്ടിട്ടില്ല. കാണാതാകുമ്പോ എത്ര വയസ്സുണ്ടാവും ഏകദേശം? ഒരു 10-70 വയസ്സോടെ അടുത്തുണ്ട് പുള്ളിക്കാരത്തേക്ക്. ആണല്ലേ? എന്തായിരുന്നു പുള്ളിക്കാരുടെ പണി? എന്തായിരുന്നു? ബ്രോക്കർ പണിയായിരുന്നു. കല്യാണ ബ്രോക്കർ. 11 മണി ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇവിടെ ഉണ്ട് ബസ് സ്റ്റാൻഡില്. അപ്പൊ എന്റെ അടുത്ത് വന്ന് മുറുക്കാനൊക്കെ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു മകൻ തളർന്നു കിടക്കുകയല്ലായിരുന്നു. ആ മോന് എല്ലാം സീഡ്സ് എല്ലാം കൊടുത്തിട്ട് കഞ്ഞിയും കൊടുത്ത് അതിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുള്ളിക്കാരത്തി ഇവിടെ വരുള്ളൂ. മക്കളൊക്കെ സഹായം ഇല്ലായിരുന്നു? മക്കൾ ഒരു മകനും ഒരു 2 ആണും. മക്കളല്ലേ? 3. 2 ആണും ഒരു പെണ്ണും ആയിരുന്നു. ഒരെണ്ണം തളർന്നു കിടക്കുന്നല്ലേ ആൺകുട്ടികളിൽ ഒരാള്? എന്താ ഇവിടെ എന്തായിരുന്നു? അവര് ബ്രോക്കർ പണിയായിരുന്നോ? ഇവിടെ ലോട്ടറി
എവിടെയായിരുന്നു ലോട്ടറി കച്ചവടം? നടന്ന് കടയിൽ കിട്ടിക്കുമ്പോൾ പെട്ടിക്കട കീറുമ്പോഴേ അവർക്ക് അത് യഥാർത്ഥ അറിയണമെങ്കിൽ അവിടെ ഒരു വീട്ടിൽ ഈ ഇതേ കയറില്ലേ വീടാ ഓടിച്ച വീടില്ലേ സീറ്റൊക്കെ അല്ലേ അവിടെ ചോദിച്ചാൽ കറക്റ്റ് അറിയാം. അവരുടെ കൂടെ ആയിരുന്നു പോണ വരി അവരുടെ ആയിരുന്നു. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരമുണ്ട് പാലപ്പുഴ പഞ്ചായത്തിലെ കാരമലയിലേക്ക്. നമ്മളോടൊപ്പം ഉള്ളത് കാരമല ഉദയപ്പാറ വീട്ടിൽ ബിനുവാണ്. ബിനുവിന്റെ അമ്മ കുഞ്ഞു പെണ്ണിനെ 2018 കാണാതായി. അവർ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ലോട്ടറി വിൽപ്പനയും ബ്രോക്കർ പരിപാടികളുമൊക്കെയായി നടന്നിരുന്ന ഒരു സ്ത്രീയാണ്. ബിനുവിന്റെ അമ്മയുടെ തിരോധാനം പള്ളിപ്പുറത്തെ കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സെബാസ്റ്റ്യന്റെ സാന്നിധ്യവും ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ബിനു, അമ്മയെ കാണാതാവുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ഏത് മാസമാണ് കാണാതാവുന്നത്? ജൂലൈയിൽ 4 മുതലാണ് കാണാതാവുന്നത്. അമ്മയൊന്നും രാവിലെ അവിടെ നിന്ന് 10 മണിയുടെ വണ്ടിക്കാൻ പോകുന്നത്. സാധാരണ തിരിച്ച് 5-ന്റെ വണ്ടിക്ക് വരാറുള്ളൂ. അന്വേഷണം തുടങ്ങി. അതായത് ഈ ജൂലൈ 4 രാവിലെ വീട്ടിൽ നിന്ന് അമ്മ പോയതാണ്. അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബ്രോക്കർ പരിപാടിയാണ് കൂടുതലുണ്ടായിരുന്നത്. ബ്രോക്കർ പരിപാടിയായിട്ടാണ്. ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നല്ലോ? കച്ചവടം ഇല്ലായിരുന്നു. ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നു. ബ്രോക്കർ പരിപാടിയായിരുന്നു കൂടുതലും. രാവിലെ പോയി വൈകുന്നേരം വരുന്ന സമയത്തിന് കാണാതിരുന്നപ്പോൾ അന്വേഷണം തുടങ്ങിയതാണ്. നമ്മളെ മുമ്പിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. സാധാരണ പോയാൽ അമ്മ എത്ര മണിക്ക്? രാവിലെ അന്ന് 11 മണിയോടെ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. 11 മണിക്ക് പോയിട്ടുണ്ട്. 5:30 ആകുമ്പോൾ വീട്ടിലെത്താറുണ്ട്. 5:30 കഴിഞ്ഞിട്ട് വരാതായി. ഇപ്പോൾ 6 മണി കഴിഞ്ഞ ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. തിരിച്ചു എവിടെയാണെന്നറിയില്ലായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് 8 മണിയോളം വായിപ്പിച്ചത്. വൈകുന്നേരം ഇപ്പോൾ ഫോൺ ഓഫാണോ? ഫോൺ ഓഫാണ്. 6:40 വരെ ഫോൺ ഓഫാണ്. 40 കഴിഞ്ഞ് ഫോൺ ഓഫാണ്. എവിടെയാണ് പരാതി നൽകിയത്? ഏത് പോലീസ് സ്റ്റേഷനിലാണ്? കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനാണ് പരാതി നൽകിയത്. അതിനുശേഷം പിന്നീട് പോലീസ് എന്താണ് പറയുന്നത്? അന്വേഷണത്തിൽ എന്തൊക്കെ? അന്ന് അവർക്ക് വേറെ ഒരു കേസുമായിട്ട് പുറകെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അന്വേഷണത്തിന് തടസ്സങ്ങളും ഉണ്ടായില്ല. അന്ന് അന്വേഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയ ഫോണുമായിരുന്നു. ജൂലൈ 4 എന്തെങ്കിലും നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്? അന്ന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ വൈകുന്നേരം 8 മണിക്ക് ശേഷം പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അന്ന് തൊട്ട് ഇന്നുവരെ അന്വേഷിച്ചിട്ടും ഒരു എത്തിയോടുമില്ല. എവിടെ പോയിരുന്നോ എന്ത് കണ്ടെന്നോ ഒന്നും അറിയാൻ പാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഉദ്യോഗസ്ഥന്മാർ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. പക്ഷേ ഒന്നും പറയാറില്ല. പിന്നെ വിളിക്കാറുമില്ല. വന്നു അന്വേഷിച്ചും പറക്കും പോകും. ഇത്രേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയായിരുന്നു. ക്രൈംബ്രാഞ്ചിൽ മാറി ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥന്മാർ 2 പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞ് അവർ വന്നല്ലാണ്ട് പിന്നെ വിളിക്കുകയോ പറയുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സെബാസ്റ്റ്യനെ ബിനു കണ്ടു എന്നുള്ളത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരാളാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു CCTVയുടെ ദൃശ്യം കിട്ടിയായിരുന്നു. അങ്ങനെ അമ്മയും ഒരാൾ അത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ള. അമ്മയും അദ്ദേഹം തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഒരു ബ്രോക്കർമാരാണ്. പുള്ളിയും ബ്രോക്കർ രീതിയിലാണ് ഇവിടെ വന്നത്. ബ്രോക്കറിന്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ബ്രോക്കർ അമ്മയും അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിനുവും നിരന്തരം എല്ലാ ദിവസവും ബസ് സ്റ്റാൻഡിൽ പോകുന്ന ആളാണ്. സ്വാഭാവികമായും അമ്മയെ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടാവും. ഒന്നിച്ച് കണ്ടതായിട്ട് കുറേയൊക്കെ ഓർമ്മയുണ്ട്. പുള്ളിയാണെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു CCTV ദൃശ്യമുണ്ട്. അതും വെച്ച് രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നതാണ് കണ്ടേക്കണേ. എത്ര മണിക്കാണ്? അന്നത്തെ ദിവസം തന്നെയാണ്. അന്നത്തെ ദിവസം ഒരു 1:30 കഴിഞ്ഞപ്പോൾ നടന്നു പോകുന്നതാണ് കണ്ട. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഏത് ഭാഗത്തായിരുന്നു? ബസ് സ്റ്റാൻഡിന്റെ നടുവ് സെന്ററിൽ. ന്യൂസ് 18 വാർത്താ സംഘം കാണിച്ച ചിത്രങ്ങളിൽ നിന്ന് സെബാസ്റ്റ്യനെ ഏലിയാമ്മയുടെ മകൻ ബിനുവും സുഹൃത്തായ മേരിയും തിരിച്ചറിഞ്ഞു. അന്നത്ര നരപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇത്ര മുടി ഇവിടെ മുറ്റി അങ്ങനെ അത്ര ഒന്നും പോയിട്ടില്ല. അത്ര ഒന്നും പോയിട്ടില്ല. ഇയാള് തന്നെയാണ്? ഇയാള് അത്രേ ഉള്ളൂ. 8 വർഷം മുമ്പ് കണ്ടതാണ്. ഇത് ഇയാള് തന്നെയാണോ? ഇയാള് തന്നെയാണെന്നാണ് ഓർമ്മയില്. ഇയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എല്ലപ്പോഴും അങ്ങനെ ജസ്റ്റ് നമുക്ക് ആളെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ വരുമ്പോ ഞാനും കാണുന്നല്ലാണ്ട്. കണ്ടിട്ടുണ്ട് ഇയാളെ? കണ്ടിട്ടില്ല. ഇയാളെ സ്ഥലക്കച്ചവടമായിരുന്നു ആണോ? ഇവിടെ സ്ഥലക്കച്ചവടക്കാരൊക്കെ മിക്ക ആൾക്കാരും വരുന്നുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ ഇയാളെ? കണ്ടിട്ടുണ്ട്. സെബാസ്റ്റ്യനുമായി ഒരുമിച്ച് മദ്യപിച്ചുവെന്ന ഏലിയാമ്മ വെളിപ്പെടുത്തിയെന്ന നിർണായക മൊഴി അയൽവാസിയും ഷാപ്പ് ജീവനക്കാരനുമായ ബേബി മത്തായിയും
പോലീസിന് ഇതിനോടകം നൽകിക്കഴിഞ്ഞു. പറഞ്ഞു പേപ്പറിലൊക്കെ സെബാസ്റ്റ്യന്റെ ഇങ്ങനെ പേര് വന്നപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നിയത്. അന്ന് ഇങ്ങനെ ഇത് മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ ചേട്ടന്റെ കൂട്ടത്തിലാണ് എന്ന് കൂടിയെന്ന് കമ്പനി കൂടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സംശയം കൊണ്ടാണ് പറഞ്ഞത്. അവർ കാണാതായ ശേഷം അവരുടെ മൊബൈലിന്റെ അവസാനം അവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് വെളിയന്നൂർ എന്ന സ്ഥലമാണ്. അപ്പം അതൊക്കെ ഒരു ഏറ്റുമാനൂരിലേക്കുള്ള റൂട്ടാണ് അല്ലെ? കോട്ടയം വെളിയന്നൂർ കൂടി എംസി റോഡ് വഴി പോവാതെ വെളിയന്നൂർ കൂടി കുഴുവൂർ കൂടി അങ്ങനെ കോട്ടയത്തിന് ഏറ്റുമാനൂർക്കൊക്കെ പോവാം. അപ്പൊ കോട്ടയം ഡയറക്ഷനിലാണ് കാണാതാവുന്ന ദിവസം സഞ്ചരിച്ചിരുന്നത്. ഒരു കാരണവശാലും അങ്ങോട്ട് ആ റൂട്ടിന് പോകേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നമുക്ക് ഈ നമ്മുടെ വീടിന്റെ അടുത്തോട്ട് പോകുന്നത് നേരെ തിരിച്ച് ഏത് ദിശയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അത് പോകേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് ടവർ ലൊക്കേഷൻ കട്ടായ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. അതുകൊണ്ട് അതും ഒരു സംശയത്തിന്റെ ഇതായി. ഇത് സെബാസ്റ്റ്യന്റെ കേസ് വന്നോളൂ. പോലീസിനെ അറിയിച്ചു. SI സാർ വന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീമുകൾ ഏലിയാമ്മയുടെ മകനുമായും കൂത്താട്ടുകുളം പോലീസുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ബ്രോക്കർമാർ കേന്ദ്രീകരിച്ചിരുന്ന ബസ് സ്റ്റാൻഡിൽ സെബാസ്റ്റ്യനും എത്തിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. സെബാസ്റ്റ്യൻ താമസിച്ചിരുന്ന ഏറ്റുമാനൂരിലേക്ക് പോകുന്ന റൂട്ടിൽ വെളിയന്നൂർ ഭാഗത്താണ് ഏലിയാമ്മയുടെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ. ഏലിയാമ്മയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട കേസും പള്ളിപ്പുറത്തെ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ആലുവയിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമായിരുന്നു ബിനുവിന്റെ അമ്മയുടേതുമായി ബന്ധപ്പെട്ട കേസ് പിന്നീട് അന്വേഷിച്ചത്. ഇപ്പോൾ നിലവിൽ ഇത് കേന്ദ്രീകരിച്ച്, അതായത് ഈ കേസുകൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണ സംഘവും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ സാന്നിധ്യം അവർ ബസ് സ്റ്റാൻഡിൽ തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മകൻ നൽകുന്നത്. സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ട് അമ്മയോടൊപ്പം എന്നുള്ളതാണ്. കാണാതാവുന്ന ദിവസവും 3:30 മണിവരെ അമ്മയെ കണ്ടതാണ്. കിടപ്പ് രോഗിയായ മകൻ വീട്ടിലുള്ള ആളാണ്. എവിടെ പോയാലും വൈകിട്ട് തിരിച്ചു വരുന്ന ആളാണ്. ആ സ്ത്രീയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ സ്ത്രീകൾ, സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും ഒരുപക്ഷെ ബിനു പറയുന്നത് വെച്ച് അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയാണെങ്കിലും വന്നിരുന്നേനെ, ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ത്രീ കൂടി അപകടപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. എറണാകുളം കൂത്താട്ടുകുളം കാരമലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് വരയ്ക്കൽ ബീച്ചിന് സമീപം പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. വ്യാവസായിക മേഖലയായി നിശ്ചയിച്ച ഇടത്താണ് നിർമ്മാണം നടക്കുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. താൽക്കാലിക കെട്ടിടമെന്ന വ്യാജേന അനുമതി നേടിയ ശേഷം 3 നില കെട്ടിടം നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണം അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾക്ക് പിന്നാലെ ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ടൗൺ പ്ലാനിംഗ് പദ്ധതി പ്രകാരം വ്യാവസായിക മേഖലയായി നിജപ്പെടുത്തിയ സ്ഥലത്താണ് പാർപ്പിട സമുച്ചയ നിർമ്മാണം നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. താൽക്കാലിക ഓഫീസ് എന്ന പേരിൽ നിർമ്മാണാനുമതി നേടിയ സ്ഥലത്ത് 3 നില കെട്ടിടം ഉയർന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. പിഴ ഈടാക്കി ഒഴിവാക്കാൻ നിയമപരമായി കഴിയാത്ത ക്രമക്കേടുകൾ പിഴ ഈടാക്കി നിജപ്പെടുത്തി നൽകിയതായും തെളിഞ്ഞു. തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ വർഷം ഏപ്രിലിൽ നടത്തിയ അന്വേഷണവും ചീഫ് ടൗൺ പ്ലാനറുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതായിരുന്നു. 2 ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അനധികൃത നിർമ്മാണത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ ഭരണ സ്പെഷ്യൽ സെക്രട്ടറി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്തയച്ചിരിക്കുന്നത്. അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് സ്റ്റോപ്പ് മെമ്മോയും കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവും നൽകിയെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. എന്നാൽ കോടതിയെ സമീപിച്ച് നിർമ്മാതാക്കൾ അനുകൂല ഉത്തരവ് നേടുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ എന്ത് തുടർ നടപടി കൈക്കൊണ്ടു എന്ന ചോദ്യത്തിന് മറുപടിയുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. സർക്കാർ ആശുപത്രികളിലെ സൈൻ വിതരണത്തിൽ നിലപാട് കടുപ്പിച്ച് കമ്പനികൾ. അടുത്ത മാസം 5-നകം മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർത്തില്ലെങ്കിൽ ആശുപത്രികളിലെ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുമെന്ന് ആരോഗ്യവകുപ്പിനെ അറിയിച്ചു. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ സർക്കാർ ആശുപത്രികളിൽ സൈൻ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വർഷം മാർച്ച് 31 വരെ സ്റ്റെന്റ് വിതരണം നടത്തിയതിൽ 158 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയിലുള്ളത്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനായി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 65 കോടി രൂപ അനുവദിച്ചതിന് പിന്നാലെ ഇതിൽ ചെറിയ ശതമാനം തുക വിതരണക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ തുകയും ഉടൻ വേണമെന്നാണ് ആവശ്യം. ഭീമമായ തുക കുടിശ്ശികയായതോടെയാണ് സെപ്റ്റംബർ 1 മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചത്. നിലവിൽ സർക്കാർ ആശുപത്രികളിൽ കൺസൈൻമെന്റ് വ്യവസ്ഥയിലാണ് സ്റ്റെന്റ് വിതരണം. കുടിശ്ശിക ഉടൻ നൽകിയില്ലെങ്കിൽ ആശുപത്രികളിലെ സ്റ്റോക്കുകൾ ഒക്ടോബർ 5 മുതൽ തിരിച്ചെടുക്കുമെന്നാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.
സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധി നേരിട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ അനിൽകുമാറിന്റെ ആത്മഹത്യ പ്രത്യേക സംഘം അന്വേഷിക്കും. കന്റോൺമെന്റ് എസിക്കാണ് അന്വേഷണ ചുമതല. അതിനിടെ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മറ്റൊരു BJP കൗൺസിലറുടെ ഭർത്താവ് രംഗത്ത് വന്നു. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ പാർട്ടിയും സംഘവും തിരിച്ചറിയണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അനിൽകുമാറിന്റെ വീട് തദ്ദേശ മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. മികച്ച ലോക ഫുട്ബോളർക്കുള്ള ബലോൺ ദി ഓർ പുരസ്കാരം PSG-യുടെ ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലേക്ക്. ബാഴ്സയുടെ സ്പെയിൻ താരം ഐറ്റാനോ ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. തുടർച്ചയായ 3-ാം തവണയാണ് ബോൺമാറ്റി പുരസ്കാരത്തിന് അർഹയായത്. മികച്ച യുവ താരത്തിനുള്ള പുരസ്കാരം ലാമിൻ യമാലിനാണ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരത്തിന് ഇത്തവണയും മാറ്റമില്ല. ബാഴ്സലോണ മിഡ്ഫീൽഡർ ഐറ്റാന ബോൺമാറ്റിക്കാണ് പുരസ്കാരം. മിഷേൽ പ്ലാറ്റ്നിക്കും ലയണൽ മെസ്സിക്കും ശേഷം ഹാട്രിക് നേടുന്ന ആദ്യ താരം. പുരസ്കാരം ചെൽസിയുടെ ഹന്ന ഹാംപ്റ്റനാണ്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,180. പവന് 83,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,680, പവന് 69,440. വെള്ളി ഗ്രാമിന് 147, കിലോയ്ക്ക് 1,47,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോർട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. നമസ്കാരം.